അപ്പോൾ ഇന്നാണ് ആ ദിവസം, വേറെ ഒന്നല്ല, കുഞ്ഞാറ്റ ഡേ സ്കൂളിലെ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരുക്കപ്പാടിലാണ് ഞാൻ. കുറച്ച് ദിവസം ഞാൻ വീഡിയോസും ഫോട്ടോസും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നല്ല, ചെറിയൊരു പണി കിട്ടി കുഞ്ഞാറ്റയ്ക്ക്, എനിക്കല്ല. അപ്പോൾ അവൾ എന്താ പറയുക, വീട്ടിൽ വെറുതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നിൽക്കല്ലേ, എന്തെങ്കിലുമൊക്കെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്തു. പാട്ട് വെച്ച് കൊടുത്തതിൽ എൻ്റെ സാമീപ്യം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അവൾ അരമണ്ഡലത്തിൽ നിന്ന് ഏതോ ഒരു മണ്ഡലത്തേക്ക് ചാടിയതാണ്. അതിന് ശേഷം കാല് മടങ്ങി ഇതാ കിടക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് തന്നെ മാറുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നീരൊന്നും ഇല്ല, എങ്കിലും അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാത്രമല്ല, അവൾക്ക് 2 ഡാൻസ് ഉണ്ട് താനും. ഇതിപ്പോൾ വീണേൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവളുടെ ആനിവേഴ്സറിയിലോ. അപ്പോൾ ഡാൻസ് ഇനിയിപ്പോൾ പെയിൻ കൂടണ്ടെന്ന് വെച്ചിട്ട് വേഗം ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറുടെ അവിടെ എത്തി ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ടിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ഇനി പ്ലാസ്റ്റർ ഇടേണ്ട വരാണാവോ എന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ഇതുപോലെ ചെറുപ്പത്തിൽ ഒരു വട്ടം അന്ന് പിന്നെ നീരുണ്ടായിരുന്നു പ്ലാസ്റ്റർ ഇട്ടപ്പോൾ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഒരു ലെവലിൽ ഞാൻ ഇതായി. പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ നോക്കി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിരലൊക്കെ വെച്ചിട്ട് നോക്കിയപ്പോൾ എക്സ്റേ ഒന്നും എടുക്കേണ്ട വന്നില്ല. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, മെഡിസിൻ കഴിച്ചാൽ മതി, പെയിൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് മെഡിസിൻ കഴിച്ചാൽ മതി. പിന്നെ ഈ പറയുന്ന ചെറിയൊരു തരം ബാൻഡേജ് ഉണ്ട്, ആ ബാൻഡേജ് ചുറ്റി ഒരു 1 വീക്ക് റെസ്റ്റ് പറഞ്ഞു. ഭയങ്കര സങ്കടമായി, കാരണം അവൾക്ക് ഡാൻസാണ് മെയിനായിട്ട്. അവൾക്ക് ഈ കാലും വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഏത് നേരത്താണോ വീട്ടിൽ ഡാൻസ് കളിച്ചത് എന്ന് പറഞ്ഞിട്ട് എണ്ണിപ്പറക്കുണ്ടായിരുന്നു ഇരുന്നിട്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഡാൻസ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സാരില്ലേ, ഡാൻസ് അല്ലല്ലോ വലുത്, കാലല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു 1 വീക്ക് റെസ്റ്റിലായിരുന്നു ആൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ടീച്ചറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ ടീച്ചർമാർക്ക് ആകെ വിഷമായി. കാരണം ഒരു മെയിനായിട്ടുള്ള ഒരു ഡാൻസ് ക്യാൻസൽ ചെയ്യേണ്ട വന്നു. അതിൽ ഇവളാണ് മെയിൻ കഥാപാത്രം ആയതുകൊണ്ടാണ് ആ ഡാൻസ് ക്യാൻസൽ ചെയ്യേണ്ട വന്നത്. പിന്നെ മറ്റേ ഡാൻസും ഇതുപോലെ ക്യാൻസൽ ചെയ്തു. എനിവേ, എന്നിരുന്നാലും ഇവൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെയാന്ന് അറിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു ഞാനും കളിക്കട്ടെ അമ്മേ, എന്താന്ന് എനിക്ക് മാറിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഓക്കെ പറഞ്ഞു ഞാൻ. നിൻ്റെ വിശ്വാസം, അവൾക്ക് വേദന ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ കളിച്ചോട്ടെ എന്നും പറഞ്ഞു. പക്ഷേ ഒരു മെയിൻ നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ഡാൻസ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം അത് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 ഡേയ്സ് മുന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവൾ ഓക്കെയാണ്, അവളുടെ വേദനകളൊക്കെ മാറിയിട്ട് അവൾ ഒരു ഡാൻസിന് അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ ഗൈസ്, ഒരു സംഭവം ഉണ്ടായി, വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു, വേറൊന്നല്ല, ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആഗ്രഹം ഒരു ക്യൂടെക്സ് ഇട്ടാലോ എന്നുള്ളത്. അപ്പോൾ ആ കുറവ് നികത്താൻ വേണ്ടി ക്യൂടെക്സിൻ്റെ കുപ്പി തുറന്നതാണ് ഗൈസ്. അതിലത്തെ എന്താ പറയുക, ക്യൂടെക്സ് ഒക്കെ നിറച്ച് എൻ്റെ മേത്തേ കൂടെ പോയി ഡ്രസ്സിലൊക്കെ ആകെയായി. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ കിട്ടിയ ഡ്രസ്സ് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.